ഉണ്ണീശോ സ്നേഹമുത്തം നൽകിയൊരപ്പ, ഉണ്ണീശോ ജീവനായി കരുതിയൊരപ്പ, ഉണ്ണിയോടൊപ്പം ഉണ്ടു ഉറങ്ങിയൊരപ്പ, ഉണ്ണിക്കായി മാത്രമായി ജീവിച്ചോരപ്പ, ഉണ്ണിക്കായി മാത്രമായി ജീവിച്ചോരപ്പ. ഉണ്ണീശോ സ്നേഹമുത്തം നൽകിയൊരപ്പ, ഉണ്ണീശോ ജീവനായി കരുതിയൊരപ്പ, ഉണ്ണിയോടൊപ്പം ഉണ്ടു ഉറങ്ങിയൊരപ്പ, ഉണ്ണിക്കായി മാത്രമായി ജീവിച്ചോരപ്പ. നമ്മൾ എന്നുള്ളത് തൃശ്ശൂർ വഞ്ചിക്കുളത്തിനടുത്ത് ഡിജി ട്രാക്ക് സ്റ്റുഡിയോയിലാണ്. ഇത് തൃശ്ശൂർക്കാർക്ക് ഒരു പക്ഷെ അറിയായിരിക്കാം, നമ്മുടെ ഭാവഗായകൻ പി ജയചന്ദ്രന് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റുഡിയോ ആണ്. അദ്ദേഹം തൃശ്ശൂർ പാട്ട് റെക്കോർഡ് ചെയ്യാനൊക്കെ ആയിട്ട് എപ്പോഴും ചൂസ് ചെയ്യുന്ന ഒരു സ്റ്റുഡിയോ ആണ് ഡിജി ട്രാക്ക്. ഇവിടുത്തെ സൗണ്ട് എഞ്ചിനീയർ ഇവിടെ ഉണ്ട്, പക്ഷെ ആള് ഫ്രെയിമിലേക്ക് വരുന്നില്ല, സൈഡിലിരിക്കുകയാണ്, സുന്ദരേട്ടൻ. അപ്പോൾ സുന്ദരേട്ടനാണ് ഇവിടെ എന്താ പറയുക, ഒരുപാട് പാട്ടുകളൊക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ആളെപ്പോഴും ഇവിടെ ഉണ്ടാവും. അങ്ങനെ നമ്മുടെ ജയചന്ദ്രൻ സാറിൻ്റെ ഇഷ്ട സ്റ്റുഡിയോ ആണ്. ഇപ്പോൾ നമ്മളിവിടെ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൂങ്കുന്നം സെൻറ് ജോസഫ് ദേവാലയത്തിലെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ച് ഒരു മനോഹരമായിട്ടുള്ള പാട്ട് റെക്കോർഡ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ പള്ളിയിലെ വികാരി അച്ഛനായിട്ടുള്ള റവറൽ ഫാദർ ആന്റണി കുരുതുകുളങ്ങര അച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. പാട്ടിനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് അച്ഛനോട് ചോദിക്കാം. അതിനു മുമ്പ് പാട്ട് പാടാനായിട്ട് ഇന്നത്തെ 2 താരങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ടോപ്പ് സിംഗറിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിരിക്കും, കേദാർനാഥും അതുപോലെ തന്നെ കാത്തുകുട്ടി. കാർത്തിക എന്ന പേരെങ്കിലും എല്ലാവർക്കും കാത്തുകുട്ടി എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ അല്ലേ? കാർത്തിക എന്നുള്ള പേര് എപ്പോഴെങ്കിലും ഒക്കെ പറയാറുണ്ടോ? സ്കൂളിലൊക്കെ കാർത്തിക എന്നാണോ വിളിക്കുക, കാത്തുകുട്ടി എന്നാണോ വിളിക്കുക? ശരിക്കുള്ള പേരെന്താന്ന് ചോദിക്കുമ്പോ കാർത്തിക എന്ന് പറയും. അങ്ങനെ ചോദിച്ചാൽ മാത്രമേ കാർത്തിക എന്നുള്ള പേര് പറയൂ. എന്റെ അച്ഛനാണ് വീട്ടിൽ നിന്ന് വിളിക്കുന്ന പേര് കുഞ്ഞു എന്നാണ്. പക്ഷെ കാത്തുകുട്ടിയാണ് നമ്മൾ ഫേമസ് ആയിട്ടുള്ള പേര്. ആ പേര് ആദ്യമായിട്ട് വിളിച്ചത് ആരാ? കാത്തുകുട്ടി എന്ന് വിളിച്ചത് ആരാ? അച്ഛനല്ലല്ലോ, ഞാൻ വേറെ ആരാള് വിളിക്കുന്നതാണല്ലോ കേട്ടത്. ചേട്ടനോട് ചോദിക്കാം, കാത്തുകുട്ടി എന്നുള്ള പേര് ആദ്യമായിട്ട് ആ പേര് പറഞ്ഞത് ആരാ? ആ പേര് പറഞ്ഞത് MG ശ്രീകുമാർ സാറാ പറഞ്ഞത്. ടോപ്പ് സിംഗർ പോയപ്പോ ആദ്യത്തെ പാട്ട് പാടിയപ്പോ കാത്തുകുട്ടിനെ അങ്ങനെ വിളിച്ചു. പിന്നെ എല്ലാവരും കാത്തുകുട്ടിക്ക് പോലും അറിയില്ല ഇപ്പൊ ആ പേര് ആദ്യം ഇട്ടെന്ന്. കാരണം മറന്നുപോയി. അതെ, അവൾ അന്ന് അവിടെ വരുന്ന സമയത്ത് 2-3 വയസ്സിലാണ് ടോപ്പ് സിംഗറിൽ വരുന്നത്. ഓർമ്മയുണ്ടോ ആദ്യമായിട്ട് ടോപ്പ് സിംഗറിൽ പോയ കാര്യമൊക്കെ? നമുക്കിനി ടോപ്പ് സിംഗറിൽ പോയ വിശേഷങ്ങളും പാട്ടിന്റെ വിശേഷം ഒക്കെ ചോദിക്കണം. പക്ഷെ ജബി ചേട്ടാ, നമുക്ക് ആദ്യം തന്നെ അച്ഛനോട് ചോദിക്കാം അല്ലേ? അത് എനിക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ ഒരു ടീം കണ്ടന്റ് ഫാക്ടറി എടുത്തതിൻ്റെ ഒരു ഷൂട്ടിങ്ങിൻ്റെ കാര്യം വളരെ പെട്ടെന്നാണ് അച്ഛൻ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഏറ്റെടുക്കാനുള്ള എൻ്റെ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞാൽ പാട്ട് ഷൂട്ട് ചെയ്യാനാണെങ്കിലും പാട്ടിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കാനാണെങ്കിലും ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. നാട്ടിൽ നമ്മൾ ചർച്ച് സ്ക്വയറിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ പാട്ടുകൾക്ക് ഇപ്പം നമ്മൾ നാട്ടിൽ വരുന്നാളിൽ ഞങ്ങളൊരു മഞ്ചേരി വെച്ചൊരു സോങ് ചെയ്യുന്നുണ്ട് പവർട്ടിയിൽ. അപ്പോൾ പെട്ടെന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ എത്ര തിരക്കുണ്ടെങ്കിൽ ഇത് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛനായിട്ട് കുറച്ച് നാളുകളത്തെ ഒരു പരിചയം മാത്രമേ ഉള്ളൂ. പക്ഷെ അച്ഛൻ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ വളരെ സപ്പോർട്ടീവാണ്. പക്ഷെ ഇങ്ങനെ ഓൺ സ്ക്രീനൊന്നും അച്ഛൻ അങ്ങനെ താല്പര്യമുള്ള ഒരാളല്ല. പക്ഷെ നമ്മൾ അച്ഛനോട് പറഞ്ഞു, ഇത് നമ്മൾക്ക് എന്തെങ്കിലും ഒരു വീഡിയോ പോലെ ആക്കിയിട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്. അതെ, അപ്പൊ അച്ഛന് ഇങ്ങനെ പാട്ട് മുൻപും ഇതുപോലെ ചെയ്യാറുണ്ടോ? പാട്ട് മുമ്പ് ചെയ്യാറുണ്ട്. മാതാവിന്റെ പാട്ടുകളും പിന്നെ വിശുദ്ധ കുർബാനയുടെ പാട്ടുകളൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ പൂങ്കുന്നം പള്ളി, അത് ഔസേപ്പിതാവിൻ്റെ പള്ളിയാണ്. ടൗണിൽ എനിക്ക് തോന്നണേ 2 മാതാവിൻ്റെ പള്ളികളാണ് പ്രധാനമായിട്ടുള്ളത്, പുത്തമ്പള്ളിയും ലൂർദ് പള്ളിയും. ഔസേപ്പിതാവിൻ്റെ ടൗണിലുള്ള ഒരേ ഒരു പള്ളി പൂങ്കുന്നാണ്. അപ്പോൾ പൂങ്കുന്നം പള്ളിയിൽ വികാരിയായിട്ട് ഇപ്പോൾ 3ാമത്തെ വർഷത്തിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഔസേപ്പിതാവിനോടൊരു പ്രത്യേക സ്നേഹവും ഭക്തി എനിക്കുണ്ട്. അത് പല കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ആൾ വളരെ ശാന്തനായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു, സൗമ്യനായിട്ടുള്ള വ്യക്തിയായിരുന്നു. 2, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ ദൈവപുത്രനായ ഈശോയ്ക്ക് സംരക്ഷകനായിട്ട്, കാവലാളായിട്ട് സ്വർഗീയ പിതാവ് തിരഞ്ഞെടുത്ത, അല്ലെങ്കിൽ സ്വർഗീയ പിതാവിന് വളരെയധികം വിശ്വസ്തനായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു ഔസേപ്പിതാവ്. അപ്പോൾ ഔസേപ്പിതാവിനോട് വലിയ സ്നേഹം ഉണ്ടായിരുന്നു. അപ്പോൾ പൂങ്കുന്നം ദേവാലയത്തിലിരിക്കുമ്പോൾ ഔസേപ്പിതാവിനെ കുറിച്ച് മാത്രം ഇതുവരെ പാട്ടുകൾ ചെയ്തിട്ടില്ല. അപ്പോൾ അത് ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ പള്ളിയിലിരുന്ന്, നല്ല പ്രാർത്ഥനാന്തരീക്ഷമുള്ള പൂങ്കുന്നം പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടിയ വരികളും സംഗീതവുമാണ് എന്നെ ഇത് എഴുതാനായിട്ട് പ്രേരിപ്പിച്ചത്, സംഗീതം കൊടുക്കാനായിട്ട് പ്രേരിപ്പിച്ചത്.
പിന്നെ വളരെ സവിശേഷമായിട്ടുള്ളൊരു കാര്യം, പൂങ്കുന്നം പള്ളിയിൽ ഇപ്പോൾ കഴിഞ്ഞ ജൂണിൽ ലോകത്ത് ഒരിടത്തും കാണാത്ത അത്യപൂർവമായിട്ടുള്ളൊരു രൂപം, അതായത് ഉണ്ണീശോ ഔസേപ്പിതാവിൻ്റെ തോളിലിരുന്ന് കെട്ടിപ്പിടിച്ച് ഔസേപ്പിതാവിന് ഉമ്മ വയ്ക്കുന്ന മനോഹരമായിട്ടുള്ള രൂപം. അവിടെ വരുന്നവർക്കൊക്കെ അതൊരു വലിയ പ്രത്യാശയും വളരെ പോസിറ്റീവ് എനർജി നൽകുന്നൊരു രൂപമാണ്. അപ്പോൾ ഉണ്ണീശോയും ഔസേപ്പിതാവും തമ്മിലുള്ള നല്ല ഗാഢമായിട്ടുള്ള ബന്ധം, ആ രൂപത്തെ നോക്കിയിട്ടാണ് ശരിക്കും എനിക്ക് ഈ വരികൾ രൂപപ്പെടുത്താനായിട്ട് സാധിച്ചത്. അപ്പോൾ ആ ഉണ്ണീശോയും ഔസേപ്പിതാവും തമ്മിലുള്ള ബന്ധം, ആ സ്നേഹം. അപ്പോൾ ഈ പാട്ട് ചെയ്യുമ്പോൾ ആ ഉണ്ണീശോമായിട്ട് നമുക്കെല്ലാവർക്കും റിലേറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു മധ്യസ്ഥൻ എന്നുള്ള രീതിയിൽ ഔസേപ്പിതാവിനെ കാണുകയും ആ രീതിയിലാണ് ഈ പാട്ട് ക്രമീകരിക്കാനായിട്ട് ഇടവന്നത്. അപ്പോൾ വലിയ സന്തോഷമുണ്ട്. അതിന് ദൈവം അനുഗ്രഹിച്ചതിന് നന്ദി പറയുകയാണ്. പിന്നെ ഞാനിങ്ങനെയൊന്നും വരാറില്ല, ഇങ്ങനെ മുഖം കൊടുക്കാത്ത ആളാണ്, എന്നെ നിർബന്ധിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുള്ളതാണ്. എങ്കിലും ഔസേപ്പിതാവിനെ കുറിച്ച് പറയുക എന്നുള്ള ഒരു വലിയ കാര്യം എനിക്ക് ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അതിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഇങ്ങനൊരു അവസരം ഒരുക്കിയ കണ്ടന്റ് ഫാക്ടറി, അപ്പോൾ അതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. നമ്മളിങ്ങനെ ഒരു പാട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ കുട്ടി സിംഗേഴ്സിലേക്ക് എത്തിയത് എങ്ങനെയാ, ഇവരെ ചൂസ് ചെയ്തത്? ഈ പാട്ട് ചെയ്യുമ്പോൾ തന്നെ, അതായത് ഔസേപ്പിതാവിൻ്റെ തോളത്ത് ഇരുന്ന് കളിച്ച് കുസൃതി കാണിച്ചിട്ടാണ് ഔസേപ്പിതാവിന് ഉമ്മ വയ്ക്കുന്നത് ഉണ്ണീശോ. അപ്പം തന്നെ ഈ പാട്ട് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിലുള്ളത് കേദാറും കാത്തുകുട്ടിയാണ്. അവരെ കൊണ്ട് തന്നെ ഇത് പാടിപ്പിക്കണം. അവർ യങ് സെൻസേഷൻസാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഈ കാലഘട്ടത്തിൽ. എനിക്ക് തോന്നുന്നത് ഭക്തിഗാന പാട്ട് രംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ പാട്ടുകൾ ഈ കാലഘട്ടത്തിൽ ചെയ്യുകയും ഏറ്റവും കൂടുതൽ പോപ്പുലറായിട്ടുള്ള 2 സിംഗേഴ്സാണ്. അപ്പോൾ അത് എൻ്റെ പെട്ടെന്ന് മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഇവരെ കണക്ട് ചെയ്യാനായിട്ട് പറ്റി. അവർ വളരെ സന്തോഷത്തോടെ വന്ന് ഈ പാട്ട് കണ്ണൂരിൽ നിന്ന് ഇവിടെ എത്തി എന്നുള്ളതാണ്. വളരെ മനോഹരമായിട്ട് രണ്ടുപേരും പാടി എന്നതിൽ വലിയ സന്തോഷമുണ്ട്. നമ്മൾ ഈ പാട്ട് റെക്കോർഡിംഗ് സമയത്ത് കേൾക്കുന്ന സമയത്ത് ആ ഓർക്കസ്ട്രേഷനൊക്കെ എടുത്തു പറയേണ്ട കാര്യമാണല്ലേ, അപ്പോൾ അതിനെപ്പറ്റി അതാ ചെയ്തിരിക്കുന്നതും. അതായത് ഇതൊരു ഭക്തിഗാനമാണെങ്കിലും കുറച്ച് ജമ്പിങ് ആയിട്ടുള്ള, കുറച്ചും കൂടി അച്ഛൻ പറഞ്ഞ പോലെ യങ് സെൻസേഷൻ ആയിട്ടുള്ള കുട്ടികൾ പാടുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് കൂടി ഒറ്റ കേൾവിയിൽ ഇഷ്ടപ്പെടുന്ന പാട്ടാവണല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അതിന് വളരെ ആപ്റ്റായിട്ടുള്ള ഒരാളെയാണ് ഞാൻ കണ്ടത്. പോളിച്ചേട്ടൻ ഇല്ലാത്ത ഗാനമേളകളും പോളിച്ചേട്ടനിൽ ഇല്ലാത്ത പരിപാടികളും തൃശ്ശൂർ വളരെ കുറവാണ്. തൃശ്ശൂർ മാത്രമല്ല, ആള് ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിൽ വലിയ വലിയ ഗായകരുടെ കൂടെ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുള്ള ആളാണ്. ഏതാണ്ട് ഒരു 4 പതിറ്റാണ്ടോളമായിട്ട് ഈ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ആളാണ്. ഇസ്രായേലിൻ നാഥൻ അടക്കമുള്ള പാട്ടുകളിലൊക്കെ കീബോർഡ് വായിച്ചിട്ടുള്ള, ഓർക്കസ്ട്രേഷനൊക്കെ കൈവച്ചിട്ടുള്ള ആളൊക്കെയാണ്. അപ്പോൾ അദ്ദേഹമാണ് നമ്മുടെ ഈ പാട്ടിന് ഓർക്കസ്ട്രേഷൻ വളരെ മനോഹരമായിട്ട് നിർവഹിച്ചിട്ടുള്ളത്. അപ്പോൾ ഡിജിട്രാക്കിൽ വെച്ചിട്ട് അദ്ദേഹത്തെ കുറച്ച് ഒരു ചെറിയൊരു ഗ്യാപ്പിനേഷൻ വീണ്ടും കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. പോളിച്ചേട്ടനെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പോളിച്ചേട്ടൻ ഈ ഫീൽഡിൽ ഒരുപാട് വർഷക്കാലമായിട്ട് വളരെ നന്നായിട്ട് പ്രശോഭിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ പല പാട്ടുകളും പോളിച്ചേട്ടൻ ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മാതാവിൻ്റെ ഒരു സംഗീത ജപമാല, അത് പോളിച്ചേട്ടനാണ് ഓർക്കസ്ട്രേഷൻ ചെയ്ത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോളിച്ചേട്ടൻ ഈ പാട്ടിനും ഔസേപ്പിതാവിൻ്റെ പാട്ടിനും വന്നു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ ഈ അവസരത്തിൽ പോളിച്ചേട്ടനെയും പ്രത്യേക നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ പാട്ടിൻ്റെ പിന്നണിയെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി പാട്ട് പാടി 2 ആൾക്കാരിങ്ങനെ ഇരിക്കുകയാണല്ലേ. ഇഷ്ടമായോ പാട്ട് പാടിയപ്പോൾ? എങ്ങനെയുണ്ട്? സൂപ്പറായിരുന്നു. ഇഷ്ടായ? നല്ല പാട്ടാണ്. നിങ്ങൾ വേഗം പഠിച്ചെടുത്തോ പാട്ട് പാടല റെക്കോർഡിംഗ് ഒക്കെ വേഗം കഴിഞ്ഞു? പഠിക്കാനും വേഗം പെട്ടെന്ന് പഠിക്കാൻ പറ്റിയോ? പെട്ടെന്ന് പഠിക്കാൻ പറ്റി. നല്ല പാട്ടായതുകൊണ്ട് നമുക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പഠിക്കും. ഇപ്പോൾ കാത്തുകുട്ടി ഈ പാട്ടൊക്കെ പഠിച്ച് പാടിയൊക്കെ കഴിഞ്ഞ് അതിങ്ങനെ മൂളി നടക്കുന്ന കണ്ടിരുന്നു. ഇഷ്ടമായില്ലേ? നല്ല പാട്ടാണല്ലേ? പാട്ടൊക്കെ അച്ഛനാണ് എനിക്ക് പഠിപ്പിച്ചിരുന്നത്. ആഹാ, ഈ പാട്ടും അച്ഛനാണോ പഠിപ്പിച്ചെന്നേ? എന്നിട്ട് ചേട്ടനും കൂടെ പാടാറുണ്ടോ? 2 പേരും കൂടെ ഒരുമിച്ച് പാടി പഠിക്കാറുണ്ടോ? ഇല്ല, അന്നെ ഇരുത്തി പഠിപ്പിക്കും. അച്ഛൻ ഇരുത്തി പഠിപ്പിക്കും അല്ലേ? അങ്ങനെ ഞാൻ പഠിച്ച. അപ്പൊ അങ്ങനെ അച്ഛനും മോളും കൂടി പഠിച്ചു, ചേട്ടൻ ഒറ്റയ്ക്ക് പഠിച്ചു. നിങ്ങള് അതില് കറപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ പറഞ്ഞു തരും. അങ്ങനെയാണ്. അപ്പം നിങ്ങൾ കുറേ ഇതുപോലുള്ള ഭക്തിഗാനങ്ങൾ പാടാറുണ്ടല്ലേ? എനിക്ക് തോന്നുന്നു സിനിമാ പാട്ടുകൾ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഭക്തിഗാനങ്ങൾ പാടിയിട്ടുള്ള, ഈ ഒരു പ്രായത്തിൽ ഇത്രയും ഭക്തിഗാനങ്ങൾ പാടിയിട്ടുള്ള വേറെ കുട്ടികളുണ്ടോയെന്ന് സംശയമാണല്ലേ? എത്ര പാടിയിട്ടുണ്ട്? ഇഷ്ടമാണോ ഭക്തിഗാനങ്ങളൊക്കെ പാടാനായിട്ട്? ഇഷ്ടമാണ്. ആണല്ലേ? ഇനി നിങ്ങൾ ടോപ്പ് സിംഗറിലൊക്കെ വന്ന് ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുള്ള ആൾക്കാരാണ്. കുറേ എന്താ പറയാൻ വന്നല്ലോ? ടോപ്പ് സിംഗർ കേട്ടപ്പോൾ ഒന്ന് ഉഷാറായത്. ഇപ്പം എന്തൊക്കെയോ ചോദിക്കുമെന്ന് മനസ്സിലായിട്ടല്ലേ? ടോപ്പ് സിംഗറിൽ പോയിട്ട് കുഞ്ഞു കുട്ടിയായപ്പോഴല്ലേ പോയത്? അപ്പോൾ കുറേ പാട്ടൊക്കെ പഠിക്കുന്ന സമയത്തേ മറന്നു പോവുക, അങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാവാറുണ്ടോ? ഇതെങ്ങനെ അച്ഛൻ തന്നെയാണോ പഠിപ്പിച്ചു തരാറ് ചെറുപ്പത്തിൽ? അച്ഛൻ അടുത്തേക്ക് വരാനാവില്ല. സ്റ്റേജിൽ നിന്ന് പാടുമ്പോൾ അച്ഛൻ അടുത്ത് വരാനാവില്ല. അപ്പൊ പിന്നെ ഒറ്റയ്ക്ക് പാടണം അല്ലേ? അപ്പൊ ഇങ്ങനെ ഒറ്റയ്ക്ക് പാടി പാടി പാടി
അങ്ങനെ ഫേമസ് ആയില്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം MG ഞങ്ങൾ വിളിച്ചു എന്നൊക്കെ പറഞ്ഞല്ലോ അച്ഛൻ, എന്തിനാ വിളിച്ചത്? തുടരും സിനിമക്കും പിന്നെ MG ശ്രീകുമാർ സാറിനും കൂടെ ഒരു പുഷ്പാഞ്ജലി കഴിക്കുന്ന ഒരു വീഡിയോ റീല് എടുത്തിട്ട് ഞങ്ങള് ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ഇട്ടപ്പോ അത് MG ശ്രീകുമാർ പെട്ടെന്ന് കണ്ടു. എന്നിട്ട് ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു. അത് കണ്ടിട്ട് സന്തോഷമായപ്പോ ഞങ്ങൾ വിളിച്ചു. എന്നിട്ട് നന്നായിട്ട് കാത്തു അഭിനയിച്ചിട്ടുണ്ട്. കാത്തു ഉറങ്ങിപ്പോയായിരുന്നു. രാത്രി 11 മണിക്കാ വിളിച്ചത്. കാത്തു കണ്ടില്ല. അത് കഴിഞ്ഞ പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോ മോഹൻലാൽ സാറിനെ കണക്ട് ചെയ്ത് തന്നു. അപ്പൊ അതില് ഭയങ്കര സന്തോഷം ഉണ്ടായി. ലാലേട്ടനോട് സംസാരിച്ചോ? ഇവള് ഉറങ്ങുകയാണല്ലോ അല്ലേ? അവൾ ഉറങ്ങിയത് കൊണ്ട് മോൻ സംസാരിച്ചിട്ടുണ്ടാവും. ഞാൻ സംസാരിച്ചു. എന്ത് പറഞ്ഞു? ആ റീലൊക്കെ കണ്ടിട്ട് ലാലേട്ടൻ എന്താ പറഞ്ഞേ? നന്നായിട്ട് കാത്തു അഭിനയിച്ചിട്ടുണ്ട്. കാത്തു ഉറങ്ങിപ്പോയി, അത് കുഴപ്പമില്ല. അനിയത്തി എനിക്കുമ്പോ പറഞ്ഞാ മതി എന്നൊക്കെ പറഞ്ഞല്ലേ? മതി എന്നൊക്കെ പറഞ്ഞു. ആക്ച്വലി പാട്ടല്ല ഒരു പാടുക, ഒരു റീലാണ്, ഒരു പുഷ്പാഞ്ജലി കഴിക്കുകയാണ്. അങ്ങനത്തെ ഒരു റീലാണ് ചെയ്തത്. പക്ഷെ പാട്ട് പാടും, കാരണം പാട്ടൊക്കെ പഠിച്ച് മിടുക്കിയായിട്ടിരിക്കുകയാണ്. അപ്പൊ ആ പാട്ടൊന്ന് പാടിയാലോ? രണ്ടുപേരും കൂടി പാടുവോ അതോ? രണ്ടുപേരും കൂടി പാടിക്കോളൂ. എന്തൊരു ചേരാണ് നെഞ്ചിലെ നേരാണ്, എൻ്റെ കിനാവാണ്, എന്തിനും നീയാണ്. കൺമണിപ്പൂവേ കണ്ണാടിപ്പൂവേ കണിപ്പൂവേ, മുറ്റമിതാകെ പൂത്തു നിന്നാട്ടെ, പുഞ്ചിരിക്കാറ്റേ പാറും പൂമ്പാറ്റേ കുരുന്നാറ്റേ, ചക്കരമാവിൽ ചാഞ്ഞിരുന്നാട്ടെ, കിളിപ്പൂമകളെ നീയറിയും പൂന്തണലാണ്, ഇളക്കുമ്പിളിലായി പെയ്തു തരും തേൻകുടമാണ്, അലിവോടെ തൊടും സാന്ത്വനമാണ്. ഇതിലെ വാ ഇതിലെ വാ, കനവിലെ ചിറകുവാ, പകലിലെ വഴികളിൽ വെയില് ഇത് രസാ രണ്ടുപേരും പാടുന്ന കേൾക്കാനായിട്ട്. വീട്ടിൽ ഇതുപോലെ ഇങ്ങനെ എപ്പോഴും പാട്ടൊക്കെ പാടി നടക്കലാണോ പരിപാടി? പിന്നെ നിങ്ങൾ കുറെ ഷോസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലെ? എപ്പോഴും ഇങ്ങനെ പാട്ടും പഠിക്കലും പാടലും ഒക്കെ തന്നെയല്ലേ? പിന്നെ ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലുണ്ട്, കാർത്തിക ടോപ്പ് സിംഗർ എന്നാണ്. അപ്പൊ അതില് ഞങ്ങൾ ഇടക്കിടക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടേതായ റീൽസ് ഒക്കെ അഭിനയിച്ചിടും. പിന്നെ പാട്ടും പാടും. ഞങ്ങളെ ഓരോ ദിവസത്തെ എങ്ങനെയുണ്ട് എന്നില്ല അതൊക്കെ വ്ലോഗ് ചെയ്യും. അപ്പൊ ഫുൾ ടൈം നമ്മളിങ്ങനെ എൻഗേജ്ഡ് ആണ്. അച്ഛൻ തന്നെയാണോ അങ്ങനെ ഓരോ ഐഡിയാസ് തരാം, അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് പറഞ്ഞു തരും. അപ്പൊ അത് ഞങ്ങൾ അതുപോലെ ചെയ്യും. അച്ഛനെല്ലാം പറഞ്ഞു തരും. ആദ്യം ഞാൻ പാടിയത് ടോപ്പ് സിംഗറിന്. ആദ്യം പാടിയത് ടോപ്പ് സിംഗറിലാണല്ലേ? സ്കൂളിൽ ഏത് സ്കൂളിലാ പഠിക്കുന്നത്? എന്നേരം സ്കൂളൊന്നുമില്ലല്ലോ. ഇന്നല്ല അന്നേരമല്ല, ഇപ്പോ അന്ന് നമ്മൾ ടോപ്പ് സിംഗറിൽ വരുമ്പോ 2.5-3 വയസ്സായിരുന്നു. അന്ന് സ്കൂളിലൊന്നും പോണില്ല. ഇപ്പൊ നമ്മള് 6 വയസ്സായില്ലേ? അപ്പൊ കാത്തുകുട്ടി ഇപ്പൊ ഏത് സ്കൂളിലാ പഠിക്കണേ? ഞാൻ UKG കഴിഞ്ഞു. ഇനി ഒന്നിലോട്ട് പോവാണ്, നിൽക്കുകയാണ്. സ്കൂളിന്റെ പേരെന്താ? ചെറുപുഷ്പം UP സ്കൂൾ, കണ്ണൂർ, ചെമ്മന്തോട്ടി. ചേട്ടൻ ഇനി ഏത് ക്ലാസ്സിലാ? ഞാൻ 8th-ലോട്ടാണ്. ഏത് സ്കൂളിലാ? ഞാൻ സെന്റ് ജോർജ് ഹൈസ്കൂള്, ചെമ്പന്തൊട്ടി. നിങ്ങളിങ്ങനെ പാട്ടും പഠിക്കലും ഒക്കെ ആയിട്ട് പോകുമ്പോ സ്കൂളിൽ പോകലൊക്കെ മിസ്സാവാറുണ്ടോ? ക്ലാസ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ മിസ്സായി പോവാറുണ്ടോ? ക്ലാസ് ഇടയ്ക്ക് മിസ്സാവും. പക്ഷെ മിസ്സാവുന്ന അന്ന് വൈകുന്നേരമൊക്കെ ഓൺലൈനായിട്ട് അന്ന് പറഞ്ഞ നോട്ടൊക്കെ അങ്ങനെ എടുത്തു തരും. അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ അടിപൊളിയായി പാട്ടും പഠിപ്പും ഒക്കെ ആയിട്ട് പോവാണ്. റീൽസും അഭിനയും ഒക്കെ ഉണ്ടല്ലേ? എന്താ ഏറ്റവും ഇഷ്ടം കാത്തുകുട്ടിക്ക്? റീൽസ് ഒക്കെ ഇങ്ങനെ അഭിനയിക്കുമല്ലോ, കുഞ്ഞു അഭിനയിക്കുന്നതാണോ ഇഷ്ടം, പാട്ട് പാടുന്നതാണോ ഇഷ്ടം? പാട്ട് പാടുന്നത്. ചേട്ടനോ? രണ്ടും ഇഷ്ടമാണ്. രണ്ടും ഇഷ്ടമാണ്. ആർക്കാ കുറുമ്പ്? കാത്തുകുട്ടിയും കേദാറും പാടിയ, അച്ഛൻ എഴുതിയ ആ ഒരു പാട്ട്, മ്യൂസിക് ചെയ്തത് അച്ഛൻ തന്നെ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമന്റ്സിലൂടെ അറിയിക്കുക, സ്നേഹം ലൈക്കിലൂടെ അറിയിക്കുക. ഉണ്ണിശോ സ്നേഹമുത്തം
നൽകിയൊരപ്പാ, ഉണ്ണീശോ ജീവനായി കരുതിയൊരപ്പാ, ഉണ്ണിയോടൊപ്പം ഉണ്ടു ഉറങ്ങിയൊരപ്പാ, ഉണ്ണിക്കായി മാത്രമായി ജീവിച്ചോരപ്പാ, ഉണ്ണിക്കായി മാത്രമായി ജീവിച്ചോരപ്പാ.